കോഴിക്കോട് കുന്നമംഗലത്ത് വൻ ലഹരിവേട്ട 700 ഗ്രാം MDMA-യുമായി 5 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഇവർ പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, കോഴിക്കോട് ജില്ലയിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. 25 ലക്ഷത്തോളം വില വരുന്ന 700 ഗ്രാമോളം MDMA-യുമായാണ് 5 പേർ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. താമരശ്ശേരി തച്ചമ്പൊയിൽ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് ആദ്യം പിടിയിലായത്. ഇവരിൽ നിന്ന് 616 ഗ്രാം MDMA പിടിച്ചെടുത്തു. അതിനുശേഷം പിന്നീട് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 50 ഗ്രാമോളം MDMA-യും പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. കൈതപ്പൊയിൽ സ്വദേശികളായിട്ടുള്ള മുബഷീർ, അതുപോലെ ആഷിഖ് എന്നിവരാണ് ആദ്യം പിടിയിലായത്. പിന്നീട് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സുഹൃത്തുക്കൾ ഹബീബ് റഹ്മാൻ, അതുപോലെ തന്നെ ഫായിസ് മുഹമ്മദ്, ജാഫർ സാദിഖ് എന്നിവരും പിടിയിലായി. ഈ 2 കേസുകളിലായാണ് 700 ഗ്രാമോളം MDMA പിടികൂടിയിരിക്കുന്നത്. അതായത് 25 ലക്ഷം രൂപയിലധികം വില വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ 2 ഇടങ്ങളിലായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ വലിയ തോതിലുള്ള ഈ MDMA പിടികൂടിയിരിക്കുന്നത്. ഇവർ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിലെ കണ്ണികളാണ് എന്ന കാര്യം എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് ഇത്തരത്തിൽ മയക്കുമരുന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, MDMA എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള വിവിധ ഇടങ്ങളിൽ ഇവർ വലിയ രീതിയിലുള്ള വിൽപ്പന നടത്തുന്നുണ്ട്. അങ്ങനെ വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന 700 ഗ്രാം MDMA-യുമായാണ് ഇപ്പോൾ ഈ 5 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഈ സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു ലഹരി മരുന്ന് വേട്ടയാണ് ഇന്ന് കുന്നമംഗലത്ത് എക്സൈസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.